നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ഞാൻ അനുജ. ആദ്യ വാർത്തയിലേക്ക്. ഇടത് സർക്കാരിനോടുള്ള NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ മൃദു സമീപനത്തിൽ ചർച്ചകൾ തുടരുകയാണ്. മൂന്നാം ഊഴത്തിന് NSS പിന്തുണ ഗുണകരം എന്നാണ് CPIM വിലയിരുത്തൽ. വിവിധ കരയോഗങ്ങളിൽ പ്രതിഷേധമുയർന്നപ്പോൾ തന്റെ നിലപാട് എല്ലാവരും അംഗീകരിച്ചെന്നും പണം കൊടുത്താൽ ആർക്കും ഫ്ലെക്സ് വയ്ക്കാമെന്നുമാണ് 24-നോട് G. സുകുമാരൻ നായരുടെ പ്രതികരണം. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ കാപട്യം തുറന്നു കാട്ടാൻ നാളെ കോട്ടയത്ത് UDF വിശദീകരണ യോഗം നടത്തും. ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച NSS നിലപാടിൽ പ്രതിഷേധമുയരുന്നു. പത്തനംതിട്ടയിൽ ഇന്നലെ ഫ്ലക്സ് വന്നതിന് പിന്നാലെ ഇന്നും G. സുകുമാരൻ നായർക്കെതിരെ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. പ്രമാടത്താണ് ഇന്ന് ഫ്ലക്സ് വന്നത്. നേതൃത്വത്തിനെതിരെ എറണാകുളം കണയന്നൂർ കരയോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. ചങ്ങനാശ്ശേരി പുഴവാത് കരയോഗത്തിലെ 4 പേർ രാജിവെച്ചു. പ്രതിഷേധങ്ങൾ തള്ളി സുകുമാരൻ നായർ. ഫ്ലെക്സ് ആർക്ക് വേണേലും രൂപ കൊടുത്താൽ കിട്ടുമല്ലോ. പേര് വെക്കാതെ ഏത് ഫ്ലെക്സ് വേണേലും വെക്കരുത്. അവിടെ ഒരു പ്രതിഷേധമില്ല, ഒരനക്കവും ഇല്ല. ഈ തീരുമാനം നന്നായി എന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. NSSുമായി തർക്കങ്ങളില്ലെന്ന് UDF നേതാക്കൾ ഇന്നും ആവർത്തിച്ചു. ആഗോള അയ്യപ്പ സംഗമ വിഷയത്തിൽ നാളെ കോട്ടയം തിരുനക്കരയിൽ UDF വിശദീകരണ യോഗം നടത്തും. ഞങ്ങൾക്ക് NSSുമായിട്ടോ SNDP ആയിട്ടോ ഒരു തർക്കവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അവരൊക്കെയായിട്ട് നല്ല ബന്ധത്തിലാണ്. അതേസമയം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് CPIM നേതാവ് AK ബാലൻ 24-നോട് പ്രതികരിച്ചു. വിഷയത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം ഇങ്ങനെ: നിങ്ങൾ കുറെ പത്രസമ്മേളനത്തിൽ ഇപ്പൊ എന്നോട് തന്നെ ചോദിച്ചല്ലോ, ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനത് ആദ്യമേ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഇപ്പോ പോസ്റ്റ്മോർട്ടത്തിനില്ല, എന്നാൽ അതെല്ലാം അടഞ്ഞ അധ്യായമാണ് എന്ന് കരുതുകയും വേണ്ട. അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. മതസാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താനുള്ള കൈവിട്ട കളിയാണ് സർക്കാർ നടത്തുന്നതെന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിനെ സമസ്ത മുഖപത്രം സുപ്രഭാതം രൂക്ഷമായി വിമർശിച്ചു. 24 കോട്ടയം. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെ വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് പ്രവചനം. കനത്ത മഴയിൽ തിരുവനന്തപുരം നഗരത്തിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തമായ ന്യൂനമർദ്ദമായി മാറി. ഇതിന്റെ സ്വാധീനമാണ് മഴ കനക്കാൻ കാരണം. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്ന് അതിശക്തമായ മഴയാണ് ലഭിച്ചത്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം നഗരം വെള്ളക്കെട്ടിലായി. തമ്പാനൂർ, കിഴക്കേക്കോട്ട, പഴവങ്ങാടി മേഖലകൾ വെള്ളക്കെട്ടിൽ മുങ്ങി. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് ഈ ഓടയൊക്കെ ശരിയാക്കാത്തത്? ഇതൊന്നും ശരിയാക്കൂല. എത്ര വർഷം കൊണ്ട് ഇങ്ങനെ കിടക്കണം, എത്ര കൊല്ലം കൊണ്ട് ആരും ഒന്നും ചെയ്യില്ല. അരുവിക്കര, നെയ്യാർ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പൊന്മുടി, മങ്കയം, കല്ലാർ, മീൻമുട്ടി എന്നിവിടങ്ങളിൽ പ്രവേശനം നിരോധിച്ചു. വേളി പൊഴിമുറിക്കാൻ വൈകിയത് പ്രതിസന്ധി രൂക്ഷമാക്കി. കരാറുകാരുടെ വീഴ്ചയാണ് പൊഴിമുറിക്കാൻ വൈകാൻ കാരണമെന്നാണ് വിശദീകരണം. മഴക്കെടുതി വിലയിരുത്താൻ മന്ത്രിമാരായ V. ശിവൻകുട്ടിയും PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഒന്ന് PWD റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ അത് മാറ്റുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ടി PWD മന്ത്രി നിർദ്ദേശം നൽകി. മലയോര മേഖലകളിൽ മഴയും കാറ്റും ശക്തമായേക്കും. ഇടുക്കിയിൽ കനത്ത മഴയിൽ കൃഷിനാശമുണ്ടായി. ശക്തമായ മഴയെ തുടർന്ന് ആലപ്പുഴയിൽ യാത്രാ ദുരിതം രൂക്ഷമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. നാളെ നടത്താനിരുന്ന ഓണം ബമ്പർ നറുക്കെടുപ്പ് മാറ്റിവെച്ചു. ഒക്ടോബർ 4-നായിരിക്കും നറുക്കെടുപ്പ്. കനത്ത മഴ ടിക്കറ്റ് വിൽപ്പനയെ ബാധിച്ചതാണ് നറുക്കെടുപ്പ് മാറ്റാൻ കാരണം. GST പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും പ്രതിസന്ധിയുണ്ടാക്കിയെന്ന് ലോട്ടറി വകുപ്പിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ചൊവ്വാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചു. പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കി. നിലവിൽ ഒക്ടോബർ 1, 2 തീയതികളിൽ സംസ്ഥാനത്ത് പൊതു അവധിയാണ്. ഇതിനു പുറമെയാണ് 30 കൂടി അവധി പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സംസ്ഥാനത്ത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുർഗാഷ്ടമി ദിവസമായ ചൊവ്വാഴ്ച പൊതു അവധിയായിരിക്കും. നിയമസഭ നടക്കുന്നതിനാൽ അതുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥർ അന്നേ ദിവസം ഹാജരാകണമെന്നും ഉത്തരവിൽ പറയുന്നു.
ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി തന്റെ വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടിക്കെതിരെ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ. പിടിച്ചെടുത്ത ഡിഫൻഡർ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കോടതി കസ്റ്റംസിനോട് വിശദീകരണം തേടി. എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് പിടിച്ചെടുത്ത ലാൻഡ് ക്രൂസറിന്റെ ഉടമ മാഹിൻ അൻസാരിയെ കസ്റ്റംസ് ചോദ്യം ചെയ്യുകയാണ്. 2024 ഏജൻസി മുഖേനയാണ് ഡിഫൻഡർ സ്വന്തമാക്കിയത്. പണമിടപാട് സംബന്ധിച്ച എല്ലാ രേഖകളുമുണ്ട്. കൃത്യമായ രേഖകൾ പ്രകാരമാണ് രജിസ്ട്രേഷൻ. വാഹനം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ നാണക്കേടുണ്ടായി. കൃത്യമായ രേഖകളുണ്ടെന്ന് അറിയിച്ചിട്ടും പരിശോധിക്കാൻ കസ്റ്റംസ് തയ്യാറായില്ലെന്നാണ് ദുൽഖറിന്റെ ആരോപണം. തനിക്ക് സ്വർണ്ണക്കടത്ത്, ലഹരിമരുന്ന്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയുണ്ടെന്ന തരത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടായെന്നും ദുൽഖർ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചു. കസ്റ്റംസിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കും. അതേസമയം നടൻ അമിത് ചക്കാലക്കൽ നടത്തിയ യാത്രകൾ അന്വേഷണ സംഘം പരിശോധിക്കും. അന്വേഷണത്തെ ഭയക്കുന്നില്ലെന്ന് നടൻ. ഞാൻ 100% സഹകരിക്കാതെ ഞാൻ ഈ ലോകത്ത്, ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും ഞാൻ? കാര്യം അത് ഈ വാഹനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എന്ത് സാധനം വരുന്നതിനും അൾട്ടിമേറ്റ് ജഡ്ജിങ് ബോഡി അവരാണ്. അപ്പോൾ എനിക്കറിയാത്ത കുറേ തെറ്റുകളുണ്ടായിരുന്നു, എനിക്കറിയാത്ത ഞാൻ ധരിച്ചിരുന്ന കുറേ മണ്ടത്തരങ്ങളുണ്ടായിരുന്നു. അത് അവരുടെ അടുത്ത് ചെന്ന് ഒരു പ്രാവശ്യം പെട്ട് കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് പറയുമ്പോൾ നമ്മളും ചിന്തിക്കുന്നത് ശരിയാണല്ലോ എന്ന്. സോ ദേ ഗൈഡഡ് മീ. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിൽ കസ്റ്റംസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പരിശോധന ശക്തമാക്കിയതോടെ വാഹനങ്ങളുടെ നിറവും നമ്പർ പ്ലേറ്റും ഉടമകൾ മാറ്റിയതായി സംശയിക്കുന്നു. കാറുകൾ സംസ്ഥാനം വിടുന്നത് തടയാൻ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന തുടരും. 24 കൊച്ചി. എയിംസ് വിഷയത്തിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ അവഗണിച്ച് ആലപ്പുഴയ്ക്കായി വീണ്ടും വാദിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിഷയത്തിൽ തനിക്ക് ഒറ്റ നിലപാടെന്നാണ് പ്രതികരണം. സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനത്തെ കെ.സി. വേണുഗോപാൽ എം.പി. സ്വാഗതം ചെയ്തു. ബി.ജെ.പിയിലെ തർക്കം മൂലം എയിംസ് കേരളത്തിന് നഷ്ടപ്പെടുന്ന സ്ഥിതിയെന്ന് സി.പി.ഐ.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിലെ ബി.ജെ.പി. രാഷ്ട്രീയം എയിംസിൽ ചുറ്റിക്കറങ്ങുകയാണ്. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ തള്ളി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് വീണ്ടും നിലപാട് ആവർത്തിച്ചു. കാസർഗോഡിന് പിന്നാലെ എയിംസ് വേണമെന്ന ആവശ്യവുമായി ബി.ജെ.പി. തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ രംഗത്തെത്തി. സുരേഷ് ഗോപി പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായമെന്നും തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമെന്നും ഇന്നും ബി.ജെ.പി. നേതാക്കളുടെ പ്രതികരണം. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ഒരു അർഹമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ആ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. ഇതിലൊന്നും ബി.ജെ.പിയുടെ സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായമല്ല. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. ആലപ്പുഴയിൽ എയിംസ് എന്ന സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം സ്വാഗതം ചെയ്യുന്നുവെന്ന് ആലപ്പുഴ എം.പി. കെ.സി. വേണുഗോപാൽ. എന്നാൽ എയിംസ് ആലപ്പുഴയിൽ പ്രഖ്യാപിക്കാൻ സുരേഷ് ഗോപി ആരെന്ന ചോദ്യം സി.പി.ഐ.എം. ജില്ലാ നേതൃത്വം ഇന്നും ആവർത്തിച്ചു. കോഴിക്കോട് കിനാലൂരിൽ 80% ഭൂമി ഏറ്റെടുക്കലും പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുന്ന പ്രചരണം ശരിയല്ലെന്ന് ബാലുശ്ശേരി എം.എൽ.എ. കെ.എം. സച്ചിൻ ദേവ് പ്രതികരിച്ചു. ബി.ജെ.പിയിലെ തർക്കം മൂലം കേരളത്തിന് എയിംസ് നഷ്ടപ്പെടുന്ന സാഹചര്യമെന്ന് സി.പി.ഐ.എം. സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ വിമർശിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. സി.പി.ഐ.എം. നേതാവ് കെ.ജെ. ഷൈൻ നൽകിയ അധിക്ഷേപ പരാതിയിൽ യൂട്യൂബർ കെ.എം. ഷാജഹാനെ അറസ്റ്റ് ചെയ്തതിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച് എറണാകുളം സി.ജെ.എം. കോടതി. ഷാജഹാനെതിരെ കേസെടുത്ത് 3 മണിക്കൂർ കൊണ്ട് അറസ്റ്റ് നടത്തി. ചെങ്ങമനാട് എസ്.ഐക്ക് ആരാണ് അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകിയതെന്നും കോടതി ചോദിച്ചു. വിഷ്ണു സുരേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിഷ്ണു, കോടതി ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അനുജ, കെ.എം. ഷാജഹാന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് കോടതി ചില സംശയങ്ങൾ അല്ലെങ്കിൽ ചില വിമർശനാത്മകമായ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ലൈംഗിക ചുവയുള്ള വാക്ക് ഏതെങ്കിലും കാണിച്ചു തരാമോ എന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. ഇന്നലെ ചെങ്ങമനാട് പോലീസാണ് കെ.എം. ഷാജഹാനെ അവിടെ തിരുവനന്തപുരത്തെത്തി അറസ്റ്റ് ചെയ്തത്. 3 മണിക്കൂർ കൊണ്ട് എങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയെന്ന് ചോദിക്കുന്നു. ഒപ്പം ചെങ്ങമനാട് എസ്.ഐക്ക് ഏതടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള അധികാരം എന്ന് കോടതി ചോദിക്കുന്നു. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ കോടതി ഈ അന്വേഷണ സംഘത്തിനോട് ചോദിക്കുകയാണ്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് നിലവിൽ പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിലവിൽ കെ.എം. ഷാജഹാന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ.എം. ഷാജഹാന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. എറണാകുളം സി.ജെ.എം. കോടതിയാണ് കെ.എം. ഷാജഹാൻ ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്.
പ്രോസിക്യൂഷൻ വളരെ ശക്തമായി തന്നെ ജാമ്യ ഹർജിയെ എതിർത്തിരുന്നു. സംസ്ഥാന സർക്കാരിനും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത്. KM ഷാജഹാന് ഈ KJ ഷൈൻ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. കോടതിയുടെ നിരീക്ഷണങ്ങൾ ഒരുപക്ഷെ ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികളിൽ പാലിക്കാത്ത ചട്ടങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്പോൾ KM ഷാജഹാന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിനൊരു പശ്ചാത്തലം ഇങ്ങനെയാണ്. KM ഷാജഹാനെതിരെ KJ ഷൈൻ ആദ്യം ഒരു പരാതി നൽകി. ആ പരാതിയിൽ ഷാജഹാനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നു. വിട്ടയച്ച ശേഷം ഷാജഹാൻ വീണ്ടും KJ ഷൈനെതിരെ അപകീർത്തിപരമായ ഒരു വീഡിയോ പുറത്തിറക്കുന്നു. ആ വീഡിയോ പുറത്തിറക്കി മോശം പ്രചരണം ഒക്കെ നടത്തുന്നു. അതിന് പിന്നാലെ KJ ഷൈൻ ഇന്നലെ ഉച്ചയോടുകൂടി വീണ്ടും സൈബർ പോലീസിൽ ഒരു പരാതി നൽകുന്നു. ഇയാൾ നിരന്തരം ഇത്തരത്തിൽ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. സ്വാഭാവികമായും പോലീസിന് അറസ്റ്റ് നടപടിയിലേക്ക് കടക്കേണ്ടി വന്നു. ഹാബിച്വൽ ഒഫൻഡറാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹാബിച്വൽ ഒഫൻഡറാണ് ഷാജഹാൻ എന്ന നിലപാടാണ് പോലീസ് ഈ വിഷയത്തിൽ എടുത്തത്. അതുകൊണ്ടാണ് അടിയന്തരമായി ഇന്നലെ ഉച്ചയ്ക്ക് പരാതി ലഭിച്ചു. പിന്നാലെ കേസെടുത്ത് ഉടൻ തന്നെ ഇവിടെ നിന്നുള്ള പോലീസ് സംഘം തിരുവനന്തപുരത്തെത്തി ഷാജഹാനെ അറസ്റ്റ് ചെയ്ത് തിരികെ സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു ഷാജഹാനോട്. അതായത് ഈ അറസ്റ്റ് ചെയ്ത രീതിയും അതിലൊക്കെ ഒരു നിയമവിരുദ്ധതയുണ്ട് എന്നത് കൂടി കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ആ ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അനുജ, ഈ അറസ്റ്റ് നിയമവിരുദ്ധം എന്ന് തന്നെയാണ് കോടതിയുടെ ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വിശദമായി എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഈ വിധിപ്പകർപ്പ് പുറത്തു വരേണ്ടിയിരിക്കുന്നു. കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവയൊക്കെയായിരുന്നു. ഷാജഹാനെതിരെ കേസെടുത്ത് 3 മണിക്കൂർ കൊണ്ട് അറസ്റ്റ് നടത്തി, അതെങ്ങനെ സാധിച്ചു എന്ന് കോടതി ചോദിക്കുന്നു. ചെങ്ങമനാട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ചെങ്ങമനാട് CIക്ക് എങ്ങനെയാണ് ഈ കേസുമായി ബന്ധമെന്ന് ചോദിക്കുന്നു. ഇത് സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. സ്വാഭാവികമായി സൈബർ CI ആണ് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടത്. അതുണ്ടായില്ല. അതെന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചു. പക്ഷെ അതിനൊന്നും കൃത്യമായ മറുപടി നിലവിൽ പ്രോസിക്യൂഷന് നൽകാനായിട്ടില്ല. പ്രോസിക്യൂഷൻ ആകെ പറഞ്ഞത് ലൈംഗിക ചുവയോടുള്ള പ്രചരണം, അപകീർത്തിപരമായ പ്രചരണം ഷാജഹാൻ നടത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ കോടതി ചോദിച്ചത് റിമാൻഡ് റിപ്പോർട്ടിൽ ലൈംഗിക ചുവയുള്ള ഏതെങ്കിലും വാക്ക് കാണിച്ചു തരാമോ എന്ന് കോടതി ചോദിച്ചു. റിമാൻഡ് റിപ്പോർട്ടിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നാലെയാണ് പരാതിക്കാരിക്ക് പുറത്തിറങ്ങി ഇറങ്ങാനാകാത്ത രീതിയിൽ ഇയാളുടെ ഭാഗത്ത് മോശം പ്രചരണം ഉണ്ടായി എന്ന് പറഞ്ഞത്. പക്ഷെ അതെല്ലാം ഖണ്ഡിക്കുന്നതായിരുന്നു കോടതിയുടെ ചോദ്യങ്ങൾ. ഒരു പക്ഷേ ദുർബലമായ ഒരു റിമാൻഡ് റിപ്പോർട്ടും ദുർബലമായ ഈ അറസ്റ്റിലേക്ക് നയിച്ച അറസ്റ്റ് നടപടികൾ ചട്ടങ്ങൾ പാലിക്കാത്തതൊക്കെ ആയിരിക്കാം ഇപ്പോൾ KM ഷാജഹാന് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും ഈ അപകീർത്തിപരമായ പരാമർശം നടത്തി IT ആക്ട് അടക്കം ചുമത്തി, നോൺ ബെയിലബിൾ അടക്കം ചുമത്തിയാണെന്ന് കോടതിയിൽ ഹാജരാക്കിയത്. പക്ഷേ KM ഷാജഹാന് എറണാകുളം CJM കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. പോലീസിന് വലിയ തിരിച്ചടിയാണത്. അതാണ് പോലീസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. വലിയ വകുപ്പുകളൊക്കെ ചുമത്തിക്കൊണ്ടാണ് കോടതിയിലേക്ക് എത്തുന്നത്. പക്ഷേ കോടതി ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അത് റിമാൻഡ് റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അതിന് കൃത്യമായി മറുപടി നൽകാൻ പോലീസ് പരാജയപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ എങ്ങനെയാണ് ഇത്ര വേഗം അറസ്റ്റ് ചെയ്ത് എറണാകുളത്തേക്ക് എത്തിക്കാൻ സാധിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ കോടതി ചോദിക്കുന്നു. ചെങ്ങമനാട് SIക്ക് ആരാണ് അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകിയെന്ന ചോദ്യം, അത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടിയാണ് എന്നതൊക്കെ പോലീസ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ കോടതി ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നു KM ഷാജഹാന് എന്നുള്ളതാണ്. ഷൈനെതിരായ അപകീർത്തി വീഡിയോയിലാണ് ഇപ്പോൾ ഷാജഹാന് എറണാകുളം CJM കോടതി ജാമ്യം അനുവദിച്ചത്. ലഡാക്കിലെ സംഘർഷത്തിൽ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക് അറസ്റ്റിൽ. പ്രകോപന പ്രസംഗം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ലഡാക്ക് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സോനം വാങ്ചുക്കിന്റെ NGOയ്ക്ക് ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ നോട്ടീസ് നൽകി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ലേയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കി. ലഡാക്കിന് സംസ്ഥാന പദവി ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പ്രക്ഷോഭത്തിന് പിന്നാലെയാണ് സോനം വാങ്ചുക്കിന്റെ അറസ്റ്റ്. ലഡാക്ക് DGPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്നതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് അറസ്റ്റ്. പ്രതിഷേധത്തെ നേപ്പാളിലെ ജൻസി കലാപത്തോടും ബംഗ്ലാദേശിലെ പ്രക്ഷോഭത്തോടും ഉപമിച്ച സോനം വാങ്ചുക്കിന്റെ പ്രസ്താവനകളാണ് കലാപം അക്രമാസക്തമാക്കിയതിന് കാരണമെന്ന് കേന്ദ്ര സർക്കാർ ആരോപിച്ചിരുന്നു. പിന്നാലെ സോനം വാങ്ചുക്കിന്റെ സന്നദ്ധ സംഘടനയ്ക്കുള്ള ലൈസൻസ് റദ്ദാക്കിയിരുന്നു. സോനം വാങ്ചുക്കിന്റെ NGOയ്ക്കെതിരെയും കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കുകയാണ്. CBI അന്വേഷണത്തിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചേക്കുമെന്നാണ് സൂചന. വിദേശത്ത് നിന്നും അക്കൗണ്ടിലൂടെ പണം സ്വീകരിച്ചത് ഫെമ ആക്ട് പ്രകാരമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ED പരിശോധിക്കുന്നത്. ബുധനാഴ്ചയുണ്ടായ സംഘർഷത്തിൽ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. 24 ഡൽഹി.
യുദ്ധമുഖത്തെ നിർണായക ശക്തിയായ മിഗ് 21 യുദ്ധവിമാനങ്ങൾക്ക് വിട നൽകി രാജ്യം. ചണ്ഡിഗഡ് വ്യോമതാവളത്തിൽ നടന്ന ഡീകമ്മീഷനിംഗ് ചടങ്ങിൽ വിമാനങ്ങൾക്ക് വാട്ടർ സല്യൂട്ട് നൽകി. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് യുദ്ധവിമാനം അവസാനമായി പറത്തി. മിഗ് 21 വിരമിച്ചതോടെ തേജസ്, റഫേൽ, വരാനിരിക്കുന്ന AMCA പോലുള്ള പുതുതലമുറ ആധുനിക പോർ വിമാനങ്ങളാണ് രാജ്യത്തിന്റെ ആകാശരക്ഷ ഇനി ഉറപ്പാക്കുക. ഡൽഹിയിൽ മൊബൈൽ മോഷണം ആരോപിച്ച് മലയാളി വിദ്യാർത്ഥികൾക്ക് പോലീസിന്റെയും ആൾക്കൂട്ടത്തിന്റെയും ക്രൂരമർദ്ദനം. ആൾക്കൂട്ടത്തിന് മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ സഹായം തേടി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ഹിന്ദി സംസാരിക്കാൻ ആവശ്യപ്പെട്ട് വിവസ്ത്രരാക്കി മർദ്ദിച്ചെന്ന് വിദ്യാർത്ഥികളായ സുധിനും അശ്വന്തും പറഞ്ഞു. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് രാജ്യസഭാംഗം V. ശിവദാസൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചു. 24 ബ്രേക്കിംഗ്. ഞങ്ങൾ എല്ലാവരും മുന്നിൽ ഒരു കള്ളന്മാരെ പോലെ അവിടെ ഇരുത്തിയിട്ട് എൻ്റെ ഫ്രണ്ടിനെ ഫോൺ വാങ്ങി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ കള്ളനെ എടുത്ത് കൊടുത്തിട്ട് അവനോട് പോയിക്കോ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കുറ്റം ഏൽക്കാൻ വേണ്ടി ഒരുപാട് മർദ്ദിച്ചു. ചെങ്കോട്ടയ്ക്ക് സമീപം നടക്കാനിറങ്ങിയപ്പോഴാണ് സക്കീർ ഹുസൈൻ കോളേജിലെ വിദ്യാർത്ഥികളായ സുധിനും അശ്വന്തിനും മർദ്ദനമേറ്റത്. ഒരു സംഘം ആളുകൾ സമീപിച്ച് വാച്ചോ എയർപോഡോ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. പിന്നാലെയാണ് മൊബൈൽ ഫോൺ മോഷ്ടിച്ചെന്നാരോപിച്ച് മർദ്ദനം. സമീപത്തുണ്ടായിരുന്ന പോലീസുകാരനോട് വിവരം പറഞ്ഞുവെങ്കിലും അയാളും മർദ്ദിച്ചു. പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ വിവസ്ത്രരാക്കി മണിക്കൂറോളം പോലീസുകാർ തല്ലി. അയാൾ എന്നെ വളരെ ബ്രൂട്ടലായിട്ട്, ഞങ്ങളെ 2.5 മണിക്കൂർ ആ സ്റ്റേഷനിൽ വെച്ച് ബ്രൂട്ടലായിട്ട് മർദ്ദിച്ചു. എൻ്റെ മുഖത്ത് 17 തവണയാണ് എൻ്റെ മുഖത്തടിച്ചത്. ഫൈബർ സ്റ്റിക്ക് കൊണ്ട് ക്രൂരമായിട്ട് ഞങ്ങളെ മർദ്ദിച്ചു. മലയാളം സംസാരിച്ചതിന്റെ പേരിൽ മർദ്ദിച്ചു. ഹിന്ദി സംസാരിക്കാത്തതിന്റെ പേരിൽ മർദ്ദിച്ചു. നടപടി ആവശ്യപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് രാജ്യസഭാംഗം V. ശിവദാസനും ഡൽഹി കമ്മീഷണർക്ക് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPയും കത്തയച്ചു. ഡൽഹി DCPക്ക് വിദ്യാർത്ഥികൾ പരാതി നൽകി. മനുഷ്യാവകാശ കമ്മീഷനും ഉടൻ പരാതി നൽകും. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് M. സജി പറഞ്ഞു. വിനീത VG, 24 ഡൽഹി. ചില കേരള വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. കോഴിക്കോട് തിരുവണ്ണൂർ കോഴിപ്പുറത്ത് പഴയ വാട്ടർ ടാങ്ക് തകർന്നു വീണ് ഒരു മരണം. മരിച്ചത് തമിഴ്നാട് സ്വദേശി അറുമുഖൻ. ഒരാൾക്ക് ഗുരുതര പരുക്ക്. മലപ്പുറത്ത് 13-കാരനെ സഹപാഠിയുടെ പിതാവ് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. കാലിനും തോളലിനും പരുക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ. കാടാമ്പുഴ പോലീസ് കേസെടുത്തത് നിസാര വകുപ്പുകൾ ചുമത്തിയെന്ന് പരാതി. തിരുവനന്തപുരം നെടുമങ്ങാട് ഹീര എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധം. കോളേജ് അടച്ചുപൂട്ടാനുള്ള മാനേജ്മെന്റ് തീരുമാനത്തിനെതിരെ ബദൽ സംവിധാനങ്ങളെക്കുറിച്ച് കൃത്യമായി ഉറപ്പ് ലഭിച്ചില്ലെന്ന് പരാതി. സമസ്ത കേരള ജമിയത്തുൽ ഖുദബ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിൽ തനിക്കെതിരെ കുപ്രചാരണമെന്ന് നാസർ ഫൈസി കൂടത്തായി. തനിക്കെതിരായ അവിശ്വാസ പ്രമേയം അപൂർണം, സ്ഥാനമൊഴിഞ്ഞത് വിയോജിപ്പുകൾ തുടരുന്നതിനാലെന്നും നാസർ ഫൈസി കൂടത്തായി. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇതോടെ വാർത്താസന്ധ്യ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.